ലോകമുണ്ടതിൽ എനിക്കെന്നന്തരാത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ ഓരോ മാസ്മര ലോക. ഏത് സിനിമയിലെ പാട്ടാടി ഇത്? സിനിമയിലെ പാട്ടോ? 10ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള കവിതയാ, വയലാറിന്റെ സർഗസംഗീതം. അങ്ങനെ ഒരു കവിതയുണ്ടോ മലയാള പുസ്തകത്തില്? അതറിയണെങ്കിലേ വല്ലപ്പോഴും പുസ്തകം ഒന്ന് മറിച്ചു നോക്കണം. ഇത്തവണ എന്തായാലും എന്റെ കൂടെ പരീക്ഷ എഴുന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വിളിക്കുമ്പോ ആളെ കാണില്ല. പരീക്ഷ വരട്ടെ മോളെ, ഏട്ടൻ കാണിച്ചുതരാം. ഏത് നേരവും പുസ്തകം നിന്നുകൊണ്ട് നടക്കണം, നിന്നെക്കാളും മാർക്ക് വാങ്ങും ഏട്ടൻ. ഇത് എന്റെ കൂടെ ഫീസ് അടച്ചപ്പോഴും കേട്ടതാ. എന്നിട്ട് പരീക്ഷയുടെ തലേന്ന് ആള് മുങ്ങി. ഓ, സകലകലാവല്ലഭനകത്തുണ്ടായിരുന്നോ? ഇന്ന് ഗാനമേള മ്യൂസിക് നെറ്റ് ഒന്നുമില്ലേ? സാധകമൊക്കെ കഴിഞ്ഞോ? ബാക്കിയുള്ളവനും വല്ലതും ഉണ്ടാ? എന്താ അവൻ പറഞ്ഞത് ശരിയല്ലേ? നീ എത്ര തവണ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതാ? ഓരോ തവണയും പരീക്ഷയുടെ സമയമാകുമ്പോ ഓരോ കുലുമാല ഉണ്ടാവും. വെറുതെ ഫീസിന്റെ കാശ് കളയാന്നല്ലാണ്ട്. ഓ, കാശിനോടൊക്കെ എന്താ സ്നേഹം അമ്മയ്ക്ക്. അതമ്മേ, ഈ പഠിക്കാനും പാടാനൊക്കെ ഉള്ള ഒരു കഴിവ് ജനറ്റിക്കലായിട്ട് കിട്ടേണ്ടതാണ്. അത് തല്ലി പഠിപ്പിച്ചാലൊന്നും കിട്ടില്ലേ. പിന്നെ എങ്ങനെ പഴിപ്പിക്കണം? പറയട പൂത്തങ്കിരി. എന്ത് വേഷ സച്ചേട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചെന്നുണ്ടാ? കഴുത്തി കെട്ടി. ഇത് എവിടുന്ന് ചൂണ്ടിയത്? ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടൈയാ. ആ പാന്റ് അങ്ങോട്ട് അടിച്ചേ, എന്നിട്ട് അതങ്ങോട്ട് കിട്ടും. പാന്റ് അടിച്ചിട്ട് ഇത് കെട്ടാനാ? എടാ, അത് ഇന്ത്യൻ ടൈയാ. അതല്ല, പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടാൻ എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചേ. നീ കാണിക്കണേ നിന്റെ പാന്റും പിടിക്കണേ. പെണ്ണുങ്ങൾ ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ എന്തുള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരസ്യത്തിനാണോ കൊണ്ടോണേ? ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവിട്ടാ. അത് ശരി, നിനക്ക് അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ? നീ അവിടെ തിരിഞ്ഞേ. ഞാൻ ഡീസന്റ് ആയിക്കോളാം. വൃത്തിയിട്ടവനെ കുറെ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അശ്ലീലം കാട്ടുന്നത്. എന്താ എനിക്ക് വേണ്ടത്? സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. നീ എന്ത് കാണാൻ? എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. അയ്യോ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്ക്. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യ? അല്ല, ഞാനന്ന് പറഞ്ഞില്ല, ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ, അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ. പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറേ എനിക്ക് വാക്ക് തന്നതല്ലേ. ആ പോസ്റ്റ് പോയടോ. പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നേ വാ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനതൊരു ചിങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ. വൈകുന്നേരം ഇത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലമായിക്കോളും. സച്ചേട്ടന് ഈ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ വല്ല പണി കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ.
ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരുപക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരോഗങ്ങളുടെ ആത്മ മാറണത്. മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്തി, അലിയകാരു, പെങ്ങലുകാരു, ആസ്മകാരു, മീൻകാരു. അളിയോ അളിയോ അളിയോ, ഇവിടെ ഒന്നും വേണ്ട. അളിയോ അളിയോ അളിയോ, അളിയനെ ലേലം ചെയ്യേ. അളിയോ. ഹലോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ ദേ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ. ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ, അളിയനോടൊപ്പം എന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലിലാ. ഹോട്ടലില്ല? ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ, ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ? അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ് പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസൽ വെച്ചോളൂ. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി പള്ളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല. വലിവ് കൂടി ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? ഭ്രാന്താണല്ലേ? പ്രാന്ത് നിന്റെ മറ്റവനാടാ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെയായി പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത്? അളിയൻ ആശുപത്രിയില്ല? ഏമന്തി മീൻകാരു അളിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി. ആശുപത്രിക്കടെ? ആശുപത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നില്. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോട തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. ഇവിടെ മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്. വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയ അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല, ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. അല്ലയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ വേണോ? ചേച്ചി ഒന്ന് പിടിച്ചേ. അയ്യോ, ആ ചേച്ചി, ആ കൈ ഒന്ന് മുറുക്കി പിടിച്ചേ. വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. മുറുക്കി പിടിക്കേ ചെയ്യും. മുറുക്കി പിടിക്കേ ചെയ്യും. വാ പൊളിയലിയാ, വാ പൊളിയലിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ് 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 വിഴുങ്ങലിയാ. മുള്ളു തൊണ്ടയിൽ ഉടക്കി. ഇനി മീൻ പുറത്തോട്ട് വരില്ല. അലിയ വലിക്കല്ലേ, തൊണ്ട കീറി പൊട്ടി നാശവും. വിഴുങ്ങ് വിഴുങ്ങ്. അയ്യോ, വെള്ളം പറ്റു ചേച്ചി. എന്താ എന്താ ഇവിടെ ബഹളം?
തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയനെവിടെ? അളിയാ, അളിയാ, ഇഞ്ഞ് വാ. അളിയാ, മീൻ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിയുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. അവരെത്തി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ, പോന്നോ? ഇങ്ങോട്ടാ പോന്നെന്ന് പിന്നീട് അറിഞ്ഞത്. താനെന്താ ഇവിടെ? സദ്യയുടെ ചുറ്റുവട്ടം എവിടെ ഉണ്ടോ അവിടെ നോമം ഉണ്ടാവുമല്ലോ. പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു. 100, 110, 100, 110 അങ്ങോട്ട് പാഞ്ഞു. അതെ അതെ. പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല. ഇത് ശ്രീകണ്ഠവർമ്മ, ക്ലാസ് തമ്പുരാൻ. ബാലഗോപാലവർമ്മ, മിഡിൽ ക്ലാസ് തമ്പുരാൻ. രാജശേഖരവർമ്മ, ലോ ക്ലാസ് തമ്പുരാൻ. എല്ലാവർക്കും അകത്തേക്കിരിക്കാം. അല്ല, ഗോവിന്ദൻ നായരെവിടെ? ഗോവിന്ദൻ നായരെ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്റെ തലവെട്ടിക്കോ? നിങ്ങളുടെ തലവെട്ടാൻ ഞാനെന്താ ബാർബറോ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നീ എന്താ ഇവിടെ? അത് ശരി, വീട്ടിൽ കയറി വന്ന് വീട്ടുകാരനോട് നീ എന്താ ഇവിടെ? നല്ല അടി കിട്ടും. വീട്ടിൽ കയറി എനിക്കൊരു പിടിയും കിട്ടണില്ല. കിട്ടിയ പിടി വിടാണ്ട് വേഗം വാ. വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നാ ഞങ്ങൾ. എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു അല്ലേ മേ? എന്നായാലും വേണ്ടതല്ലേ. എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതേതാ ഈ കുട്ടി? ചോദിച്ചത് കേട്ടില്ല മേ. ഇതാരാന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മേ. ഉണ്ണിയുടെ പെങ്ങളാ സുധ. കൊള്ളാല്ലേ? കൊള്ളാം. അമ്മ പെങ്ങളെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പെല്ലാം മനസ്സിലായി. നീ എങ്ങനെയാ അവിടുന്ന് ഇടുവന്നേ? അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക. തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ. ഉണ്ണികൃഷ്ണ, തന്നോട് ഒരിക്കൽ എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു. മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാതിരുന്നത്. അവസാനായിട്ടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതിന് നീ എന്തിനാ കരയണേ? ആ 16 അടി സദ്യയുടെ ദേഹം എനിക്ക് കിട്ടില്ലെന്ന്. അത് പോട്ടെ പോട്ടെ പോട്ടെ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇവിടെ മൊത്തം അസ്വാലിക്കലാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി, അപ്പൊ ഈ കല്യാണം മുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ? കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കൂ. എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. തമ്പുരാട്ടിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിന്? പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ 3-ാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? വണ്ടി തിരികെ കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. വണ്ടി എടുക്കടാ. രണ്ട് കൊണ്ടാലെന്താ, കല്യാണം കലക്കിയില്ലേ? ടാക്സി. അയ്യോ, അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തൂന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞു വിട്. ഗോവിന്ദട്ടൻ മരിച്ചു പറയട്ടെ. എത്രയായി? ഒരു 150 കൂടെ. എന്നാ പിടിച്ചോളൂ. 200. നീ നിന്റെ വീട്ടുകാരെ നോക്കി നിൽക്കുകയാണല്ലേ? അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴി മാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ, വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്.
കല്യാണം മുടക്കിന്ന് അറിഞ്ഞപ്പോ ഇവനെന്തിനാ ഇത്ര സന്തോഷിക്കണേ? തൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി ഇവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്. അസലായി. തനിക്ക് ടോമും പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. പാചകമാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിൽക്കട്ടെ. തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ആരെടുത്ത് തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം വേണ്ട. എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണവും ഒക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റനല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. വാ. മോനാവശ്യോട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ? അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവനെ. പിന്നെ ഞമ്മളല്ല തള്ളിയത്. നീയല്ലേ? ഞമ്മളായിരിക്കും. അവനാ തള്ളിയത്. അഗസ്റ്റിൻ. അഗസ്റ്റിൻ അവരോടെ അവൻ പോയി. പുറത്തേക്കല്ല, അകത്തേക്ക് പോയി. അല്ലാ, ഇതൊന്നും നിസ്കാര പള്ളിയാ. ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസാണെന്ന് തോന്നുന്നു. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയണ്ട. അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്ക്, നമ്മളിവിടെ ഇരിക്കാൻ. അല്ലാ, പുലിയാണ് മോനെ. പഴയ പുലി പെറ്റുകിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എഞ്ചിൻ ഞാൻ കൊട്ടാരത്തിലെ പുലി. കൊട്ടാരമല്ലേ, പുലിയെ വളർത്തുന്നുണ്ടാവും അല്ലേ? സുലൈമാനെ, സുലൈമാൻ നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് 6-ാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ. ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല. ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ. 6-ാം തമ്പുരാനെ ആശുപത്രിയിൽ 6-ാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പോ ഒരു താളുണ്ടായിരുന്നല്ലോ. വരട്ടെ.